ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളങ്ങനെ വീരധീര സൂരൻ ചിയാൻ വിക്രം അഭിനയിക്കുന്ന വീരധീര സൂരൻ എന്ന് പറഞ്ഞ പടം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എമ്പുരാന്റെ റിലീസിൽ മുങ്ങിപ്പോയ പടമാണ്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം റിലീസിന് അന്ന് ആദ്യത്തെ ഷോ നടത്താൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെ കാരണങ്ങളാൽ ഈവനിങ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആണ് ഇതിന്റെ ഷോ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് അന്ന് ആൾക്കാരും കാണാനില്ലായിരുന്നു. ആക്ച്വലി ഞാൻ ടിക്കറ്റ് എടുത്തെടുത്താണെങ്കിൽ പോലും ആൾക്കാരില്ലാത്തതിനാൽ ഷോ ക്യാൻസൽ ആയി. കാരണം എല്ലാവരും എമ്പുരാന്റെ പറയായിരുന്നു. പിന്നീട് എനിക്ക് ഇന്നലെയാണ് എനിക്ക് ടിക്കറ്റ് ഒരു ഷോ ഉള്ള തിയേറ്ററിൽ ടിക്കറ്റ് എനിക്ക് കിട്ടിയത്. ഈവനിങ് ആണ് ഇപ്പോൾ ഷോ കണ്ടത്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് SU അരുൺകുമാർ എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിക്കാരനെ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ പ്രീവിയസ് പടമാണ് ചിത്ത. പിന്നെ പുള്ളിക്കാരനാണ് അത് സ്റ്റോറി എഴുതിയേക്കുന്നതും. ഇതിനകത്ത് കാസ്റ്റ് വരുന്നത് വിക്രമുണ്ട്, SS സൂര്യനുണ്ട്, പിന്നെ നമ്മുടെ സുരാജേട്ടനുണ്ട്, തുഷാര, അങ്ങനെ കുറച്ച് ആൾക്കാർ അടങ്ങുന്ന ഒരു പടമാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് തേനി ഈശ്വർ എന്ന് പറഞ്ഞ ആളാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് JB പ്രകാശൻ. കിട്ടുക്കം മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അപ്പം ഇത് ഒരു സെക്കൻഡ് പാർട്ട്, അതായത് ഇറങ്ങിയ പടം ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിക്കാണ് ഇവർ പടം ഇറങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഇനി വരാൻ കിടപ്പുണ്ട്. ഒരു നൈറ്റ്, അതായത് ഒരു രാത്രി നടക്കുന്ന ഒരു ചെറിയൊരു കൊച്ചു കഥയാണ്. പിന്നെ അതുപോലെ തുഷാര അത് വിക്രമിന്റെ പേരാണ് വരുന്നത്. സുരാജേട്ടൻ ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് പടമാണ് തമിഴിലെ. കിടുക്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ S.J. സൂര്യ ഓഫ്കോഴ്സ് പുള്ളിയുടെ ഒരു സട്ടിലായിട്ടുള്ള പുള്ളിയുടെ ഒരു നോർമൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹൈ ലെവൽ അല്ലാതെ ഹൈ പിച്ച് ലെവലിൽ പോകാതെ ഒരു നോർമൽ ലെവലിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. വിക്രത്തിന്റെ കാര്യം ഒരു രക്ഷയില്ല മോനെ. എജാതി പെർഫോമൻസ് എന്നറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കം പുള്ളിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ഇതിനകത്തൊരു സീനെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ കയറിയിട്ടുള്ള ഒരു സീനുണ്ട്. അതായത് നിങ്ങൾ ആക്ച്വലി അതിൻ്റെയൊക്കെ കുറേ സീൻസ് ഒക്കെ കണ്ടു കാണും, മേ ബി ഫോട്ടോസ് ഒക്കെ കണ്ടു കാണും. ഷട്ടിൽ സൈഡ് വരുന്ന കുറേ സീൻ. അത് കഴിഞ്ഞൊരു പോലീസ് സ്റ്റേഷനിലുള്ളൊരു സീനുണ്ട്. അതൊരു അന്യായ സാധനമാണ്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞതിൽ സ്പോയിലറായിപ്പോൾ. ഇതിൻ്റെ മേക്കിംഗ് വൈസ് ഒക്കെ നൈസാണ്. സിനിമാട്ടോഗ്രാഫി എടുത്തു പറഞ്ഞ കാര്യത്തിൽ എനിക്ക് നല്ല കിടുക്കനായിട്ടാണ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം രാത്രി നടക്കുന്ന സംഭവമായതുകൊണ്ട് കൃത്യമായിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല കിടുക്കൻ ഷോട്ടും കാര്യങ്ങളും നല്ല ഫ്രെയിമൊക്കെയാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ആകെപ്പാടെ തോന്നിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആക്ച്വലി പടം ഒരു 3 മണിക്കൂറാണ്. അപ്പം 3 മണിക്കൂർ പടം ഓക്കെയാണ്, ലാഗ് അടിക്കുന്നില്ല. പക്ഷേ ചിലയിടത്ത് വരുമ്പോൾ പടം ഇച്ചിരി വലിച്ചു നീട്ടിയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ബട്ട് അത് കുറച്ചും കൂടി ക്രിസ്പ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയനെ. ഇപ്പോൾ ബെറ്റർ ആണെന്നല്ല പറയുന്നത്, ബട്ട് കുറച്ചും കൂടെ ഒരു ഇതായിരുന്നു. ചില സീൻസൊക്കെ ഇച്ചിരി ലാഗായിപ്പോൾ ഇച്ചിരി വലിച്ചു നീട്ടിയെന്നുള്ളത് പോലെ എനിക്ക് തോന്നി. അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ഒരു സീനുണ്ട്. ആക്ച്വലി അത് പറയുകയാണെങ്കിൽ ഒരുപാട് ഞാൻ പറയുന്നില്ല, ബട്ട് ഞാനൊരു ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഫൈറ്റ് സീനാണ്. ഫൈറ്റ് സീനകത്ത് പുള്ളിയെ കുറേ പേര് ചവിട്ടി മെതിച്ചിട്ട് പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ കാണിക്കുന്നുണ്ട്. എൻ്റെ മോനെ, അതൊക്കെ വേറെ ലെവൽ സാധനമാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇറക്കിയേക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വരാനുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വേണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവരാരായിരുന്നു, എന്തായിരുന്നു, ഇങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കാണിക്കുന്ന രീതിയിലുള്ളൊരു പാർട്ടാണ് വരാൻ പോകുന്നത്. അറിയില്ല ഇനി വരുമോ ഇല്ലോ എന്നുള്ളത്. സോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പടത്തിൻ്റെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. അതായത് ക്രിസ്പ് ആക്കുമായിരുന്നു, കുറച്ചുകൂടെ ക്രിസ്പ് ആക്കുമായിരുന്നു, കുറച്ചുകൂടെ നൈസായതിനെ. പിന്നെ ഇനി ഇറങ്ങാൻ പോകുന്ന ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ഇതിൻ്റെ പ്രീക്വൽ, ഇതിൻ്റെ മുന്നേ ഉള്ള ഇനി ഇറങ്ങാൻ പോകുന്ന ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അത് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കട്ടെ. സോ അപ്പോൾ എല്ലാവരും പോയി കാണുക. എമ്പുരാൻ്റെ റിലീസിൽ മുങ്ങിപ്പോയൊരു പടമാണ്. ഞാൻ പറഞ്ഞില്ല, കാണാൻ പോകാൻ എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻസ് കുറേ രീതിയിൽ, ഇതിൻ്റെ ഇൻ്റർവ്യൂസ് കുറേ കണ്ട് അങ്ങനെ ഇരുന്ന് വിക്രത്തിനോടുള്ള ഒരു ഇഷ്ടം, പുള്ളിക്കാരൻ്റെ പടത്തിനോടുള്ള ആ ഒരു ഇഷ്ടം, അത് വെച്ചുകൊണ്ടാണ് പോയി കാണാൻ പോയത്. ബട്ട് ഒരു പ്രതീക്ഷ ഇല്ലാണ്ടാണ് പോയി കണ്ടത്. ബട്ട് പ്രതീക്ഷ ഇല്ലാണ്ട് പോയി കണ്ടതാണെന്ന് തോന്നുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ബട്ട് ഞാൻ പറഞ്ഞ ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും പോയി കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.